ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് തൈപ്പൂയോ ദിവസമാണ്, തൈപ്പൂയോ ആണ്. അപ്പോൾ അതിന് കാവടി വരുന്നത് കാണാൻ പോകുന്ന കേട്ടോ. ഞങ്ങളെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഞങ്ങളിങ്ങോട്ട് നടന്ന് വന്നതിൻ്റെ ഇതിൽ കാവടി പോയിക്കൊണ്ടിരിക്കും. അമ്പലത്തിൽ കയറാൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണിത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇവിടെ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന്, അമ്പലത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്നും അന്ന് വൈപ്പിൻ്റെ ഭാഗത്ത്, അതായത് ഗോശ്രീ ജംഗ്ഷൻ എന്നും പിന്നെ പുതുവൈപ്പിൽ നിന്നുമാണ് കാവടി വരുന്നത്, എന്നിട്ട് അമ്പലത്തിൽ കയറുന്നത്. അപ്പോൾ ഞങ്ങളവിടെ വന്ന് കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേരുണ്ടല്ലോ. ഒന്ന് കുഞ്ഞുമണിയുണ്ട്, പിന്നെ രമേശ് ചേച്ചിയുടെ കുഞ്ഞുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണ് അവർ കേട്ടോ. അപ്പം രമേശ് ചേച്ചിയുടെ കുഞ്ഞിനോട് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തു. ഇതാണ് മല്ലികാർജുന ക്ഷേത്രം കേട്ടോ, ശിവക്ഷേത്രമാണ്. അപ്പം ഇത് ഇച്ചിരി പുതുക്കി പണിതാണ് ഇപ്പോൾ ഇത് കേട്ടോ. നേരത്തെ ഇതിൻ്റെ ഇതിൽ ഇത് ഭിത്തിയിലൊന്നും പടമൊന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല, പിക്ചറുകളൊന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതെല്ലാം നല്ലതാക്കി, പിന്നെ ഫ്രണ്ട് ഗോപുരമൊക്കെ റെഡിയാക്കി, കുറച്ച് അത്യാവശ്യം നല്ല മോഡിഫൈ ചെയ്ത് അമ്പലം. നല്ല രസം ഇപ്പോൾ കാണാൻ അമ്പലം. ഇവിടെ വെച്ചാണ് ചിറ്റയുടെ കല്യാണം നടന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കാവടി കാണുന്നതിന് മുന്നേ ഫസ്റ്റ് കയറിയിട്ട് അമ്പലത്തിൽ കയറി തൊഴാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൽ കയറി. അമ്പലത്തിൻ്റെ ഉൾവശമൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം വീഡിയോ അലോ ചെയ്യത്തില്ലായിരുന്നു. അപ്പം പിന്നെ മോശമല്ലേ ഈ അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കണം. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പുറത്തിറങ്ങിയിട്ട് ഞാൻ എടുത്ത് കേട്ടോ. അപ്പം എല്ലാം ഒന്ന് ചുറ്റി കറക്കി കാണിച്ച്. കുഞ്ഞുമണി ഞാൻ ഒരേ കളർ ഡ്രസ്സ്. അവർക്ക് ചിറ്റ വാങ്ങിച്ചു കൊടുത്ത പട്ടോരം ഡ്രസ്സ്, ഞാൻ അതേ കളർ ടോപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത്. ഇതണ്ട, ഇതൊക്കെ പുതിയതായിട്ട് പണിത അമ്പലത്തിന് കേട്ടോ. ഈ ഗോപുരം പണിത് ഈ ഒരു സെറ്റപ്പൊക്കെ പുതിയതായിട്ട് ചെയ്തതാണ്. അപ്പം ഇതൊക്കെയാണ്. അപ്പം കാവടി വരുന്ന ഞാൻ പറഞ്ഞ രണ്ട് സൈഡിലും തൈപ്പൂയ ആയതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും കാവടി വരുന്നുണ്ട്. അപ്പം പല രൂപങ്ങളുണ്ട്, ഒരുപാട് ദേവിയുടെയും ദേവന്മാരുടെയൊക്കെ രൂപങ്ങൾ വെച്ചൊക്കെയാണ്. ശിവൻ്റെയൊക്കെ കാണാൻ നല്ല രസമാണ് കാണാൻ കേട്ടോ. അടുത്ത് കാണുന്ന ഒരു മേക്കപ്പൊക്കെ ചെയ്ത് എന്തൊരു രസം കാണാനെന്നറിയാമോ. പക്ഷേ ഈ വെയിറ്റ് ചുമ്മിക്കൊണ്ട് നിൽക്കുന്ന ഓർക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്. നമുക്കത് എത്ര നേരം നിൽക്കുമെന്നറിയാം. 10:30 ആകുമ്പോഴേ ഇത് കാവടി ഫുൾ അമ്പലത്തിൽ കയറുള്ളൂ. അതുവരെ ഇവരിങ്ങനെ റോട്ടിക്കൂടെ തുള്ളി ഇങ്ങനെ ആടി നിൽക്കുന്നതാണ് ഈ വെയിറ്റ് വെച്ച്. ഇടയ്ക്കിടയ്ക്ക് അവർ സ്റ്റൂൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചേട്ടൻ അതിൻ്റെ കൂടെ ഒപ്പം സ്റ്റൂളും കൊണ്ട് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇവർക്ക് സ്റ്റൂൾ ഇട്ട് കൊടുക്കും, കുറേ നേരം ഇരിക്കും. പിന്നെ അവർ എണീച്ചിട്ട് ഇതുപോലെ കണ്ട സൈഡിൽ കണ്ടിട്ട് സ്റ്റൂൾ കണ്ടത്. അപ്പോൾ ഒന്ന് ക്ഷീണിക്കുന്നവർക്കനുസരിച്ച് സ്റ്റൂൾ ഇട്ട് കൊടുത്ത് അവരവിടെ കുറച്ചേരം ഇരിക്കും. പിന്നെ എണീച്ച് ഇങ്ങനെ കറങ്ങി നിൽക്കും. ഞാൻ ഫസ്റ്റ് ആദ്യം അപ്പുറത്തെ സൈഡായിരുന്നു നിന്നത്, കാരണം അവിടെ നിന്നപ്പോൾ ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു കുഞ്ഞിനെ നോക്കിക്കോ, കാരണം ഈ ഭയങ്കര തിരക്കാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നും ക്ലിയറായിട്ട് കിട്ടുകയില്ല. അവളെയും കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നത് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ രമി ചേച്ചി പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ പിടിച്ചോളാം, നീ പോയി നോക്കി എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടോടെ കുറച്ച് നേരം ഇവരുടെ ഇത് കാവടി ആടുന്നത് കുറച്ച് നേരം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കൊട്ടിനനുസരിച്ച് അവരൊന്നും തുള്ളുന്ന കാണാൻ നല്ല രസമായിരുന്നു. കുഞ്ഞുമണിക്കും അത് തന്നെയായിരുന്നു. കൊട്ട് കേട്ട് കഴിഞ്ഞാൽ അവൾ തുള്ളി നിൽക്കും. ഭയങ്കര ഇഷ്ടമാണ് കൊട്ടിനൊപ്പം കിടന്ന് തുള്ളാൻ. ഇതിന് മുന്നേ ഞാനൊരു ഷോർട്സ്, ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് താലം പോകുന്നതിലൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കാണാം അവൾ കുഞ്ഞിപ്പുഴു തുള്ളുന്ന പോലെ, അതായത് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുവായിരുന്നു അത്. നല്ല രസം. അങ്ങനെ എന്ന് തുള്ളും. അതേപോലെ തന്നെ ചാടത്തേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ തവള ചാടുന്ന മാതിരി ഇങ്ങനെ ചാടി നിൽക്കും. വേറെ രീതിയിലൊന്നും ഡാൻസ് ഒന്നും കളിക്കാൻ അറിയത്തില്ല. അങ്ങനെ ചാടി നിൽക്കും. ആ കൊട്ട് കേൾക്കുന്നതനുസരിച്ച് ചാടി നിൽക്കും. ഞാൻ പിന്നെ കുറേ നേരം കൂടെ അവിടെ നിന്ന് ഇവരുടെ ഇത് കാണാൻ നല്ല കൊട്ടിനനുസരിച്ച് അവർ തുള്ളുന്ന കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ബാക്കിലോട്ടും കുറേ പേരുണ്ട് കേട്ടോ. 10:30 വരെ ഉണ്ട്. അപ്പോൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഞാൻ പോയി എടുത്തിട്ടില്ല, കുറച്ച് ദൂരം വരെ. കാരണം അവളെ രമേശ് ഏൽപ്പിച്ചേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ കരയുമല്ലോ എന്നുള്ള പേടിച്ചിട്ട് ഞാൻ ഗോശ്രീ ജംഗ്ഷൻ്റെ പകുതി വരെ പോയി എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ബാക്കി അതിൻ്റെ ബാക്കിലേക്ക് പല രൂപങ്ങളിങ്ങനെ നിന്ന് തുള്ളുന്നുണ്ട്. ഹാർബറിൻ്റെ ഭാഗമൊക്കെ ആൾക്കാരുണ്ടാവും. അവിടെ ഒന്നും ഞാൻ പോയി എടുത്തില്ല. പിന്നെ ഈ സൈഡിലൊക്കെ ആൾക്കാരായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇത് നേരെ അവരുടെ ഈ കാവടിക്കാരുടെ ഇടയിലേക്ക് കയറി ഞാൻ എടുത്ത് കണ്ടോ. കാരണം ആ സൈഡിൽ നിന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇവരുടെ ഫേസ് ഒന്നും ശരിക്കും ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം LED ലൈറ്റ് അവരുടെ ഫേസിലേക്ക് റിഫ്ലക്ഷൻ ഭയങ്കരമായിട്ടായിരുന്നു LED ലൈറ്റിൻ്റെ. അപ്പോൾ അത് കാരണം അവരുടെ ഫേസ് അത്ര ക്ലിയറായിട്ട് കിട്ടില്ല. പിന്നെ നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയറായിട്ട് കിട്ടും. നമ്മൾ ഫോൺ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് അത്ര ക്ലിയറായിട്ട്, എന്നാൽ അത്യാവശ്യം ഒന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് പറയാം. ആദ്യം കണ്ട ഇവരെയൊക്കെ കാണാനൊക്കെ കൊണ്ട് എന്തോ നല്ല രസമായിരുന്നു. ഒരുങ്ങിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. എല്ലാവരും ടയേർഡായിട്ട് സ്റ്റൂളിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ.
കണ്ട ഇതുപോലുള്ള രൂപങ്ങളൊക്കെ ഒരുപാട് ബാക്കിലേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്കും പോയൊന്നും എടുത്തിട്ടില്ല. ഒത്തിരി പേര് വന്നിട്ട് ടയേർഡായിട്ടിരിക്കുകയാണ്. കാരണം കുറച്ചൊക്കെ ചെറിയ പയ്യൊക്കെ ചെണ്ടക്കോരൊക്കെ ടയേർഡാണ്. പയ്യനെ കയറുള്ളൂ അകത്തേക്ക്, അതുവരെ കൊട്ടി നിൽക്കുകയൊക്കെ വേണം. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല, അപ്പുറത്തെ സൈഡിലേക്ക് പിന്നെ ഞാൻ പോയില്ല. കാരണം അവളിനി കരഞ്ഞ് ബഹളം വെച്ചാൽ ഇത് കൊട്ടിൻ്റെ ഇടയിൽ ഫോൺ ചെയ്താലും ഒന്നും ഞാൻ വിളിച്ചാലും അവരെ അറിയാൻ പറ്റത്തില്ല, അതുപോലെ സൗണ്ടുമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ട് ഇവരെയൊക്കെ ഒന്നുകൂടെ കവർ ചെയ്തെടുത്ത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാവടി പോയി കാണുന്നത്. പിന്നെ ഞാനിത് കണ്ടെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ കഴിഞ്ഞ വർഷം കണ്ടില്ല, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം കുഞ്ഞുമണി ഉണ്ടാകുന്നതിന് മുന്നേ, അതായത് കുഞ്ഞുമണിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ബസ്സിലിരുന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അതില്ലാതെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കയറി ഐസ്ക്രീമൊക്കെ കഴിച്ചു തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പുതുവൈപ്പിൽ നിന്ന് വരുന്ന ആൾക്കാരാണത് കേട്ടോ. പുതുവൈപ്പ് സൈഡിൽ നിന്ന് വരുന്നവരായിരുന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നതുകൊണ്ട് ഇപ്പുറത്ത് കൊട്ടുകാരൻ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ ഇവിടെ നല്ല ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കൊട്ടിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്നതാണ് നല്ല രസമായിരുന്നു. അപ്പോഴത്തേക്ക് ഇവൾ ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ട് അവൾക്ക് തുള്ളാൻ പറ്റില്ല, എന്നാൽ അവിടെ കിടന്ന് തുള്ളിയനെയായിരുന്നു. പക്ഷേ ഇവരുടെ കൊട്ടുണ്ടല്ലോ എൻ്റെ ചെവി അടഞ്ഞുപോയി. കാരണം ഇതിൻ്റെ ഭയങ്കര സൗണ്ട് എന്ന് വെച്ചാൽ ചെവിക്കകത്തോടെ തൊട്ടടുത്താണ് ഇവർ നിന്ന് കൊട്ടുന്നത്. ചെവി കുറച്ച് നേരത്തേക്ക് ഇവിടുന്ന് മാറിയപ്പോഴത്തേക്കും കുറച്ച് നേരത്തേക്ക് ചെവി കേൾക്കണേ ഇല്ല. അപ്പോൾ കുഞ്ഞിൻ്റെയൊക്കെ ചെവി ശരിക്കും അടഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ, കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ കുഞ്ഞിന് നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ലേ. എൻ്റെ ചെവി എനിക്കും ഞാൻ എനിക്ക് മാത്രമാണോ ചേച്ചി രമി ചേച്ചിയും പറഞ്ഞു, അയ്യോ എൻ്റെ ചെവി കേൾക്കുന്നില്ലെന്ന്. അതുപോലെ ഭയങ്കര സൗണ്ട്, ഭയങ്കര ഒരു തുളച്ച് കയറുന്ന സൗണ്ടായിരുന്നു, ഭയങ്കര ചെണ്ടയുടെ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്നുണ്ട്. കുറച്ചൊന്ന് അവർ മുന്നേക്ക് കയറിയപ്പം ഐസ്ക്രീം വണ്ടിയുടെ ഇടയിൽ ഇച്ചിരി ഗ്യാപ്പ് കിട്ടി, അതിലേക്കൂടെ ഞങ്ങൾ കയറി. ഇത് ലാസ്റ്റാണ് വരുന്നത് കേട്ടോ. ഇനിയും അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറേ കൂടെ വരുന്നുണ്ട്. അപ്പം 10 ആകുമ്പോഴത്തേക്ക് ഉള്ളിലെല്ലാം കയറും. അപ്പോൾ അവന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല, അവനെ വീഡിയോയിൽ കിട്ടുന്ന അവന് ഇഷ്ടമല്ല. അപ്പോൾ അവൻ ഓടിപ്പോവുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.